സമയം ഇപ്പോൾ രാവിലെ 6 മണിയായി കാണും. പള്ളിമുറ്റം നിറയെ കുട്ടികൾ. ഇവരുടെ 6 മണി നമ്മുടെ ഏതാണ്ട് 8-8:30 മണിയുടെ പ്രതീതിയാണ്. കാരണം 5 മണിക്ക് തന്നെ ഉദയസൂര്യന്റെ നാട് ഉണരും. ദേവാലയത്തിന്റെ പിന്നിൽ കാണുന്ന മല കയറുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കാം ഇവരുടെ കളിയിലൂടെയുള്ള ഈ പരിശീലനം. ഈ വരുന്നത് ഇവിടുത്തെ പ്രമുഖനായ ഒരു വ്യക്തിയാണ്. രാവിലെ തന്നെ മാർക്കറ്റിലൊക്കെ പോയി അത്യാവശ്യം സാധനങ്ങളുമായി വന്നിരിക്കുന്നത് ആരാണെന്നല്ലേ? ന്യോപ്പിന്നിലുള്ള ഈ മിഷൻ സ്റ്റേഷനിലെ സഹവികാരിയാണ്. അച്ഛനെ നമ്മൾ പരിചയപ്പെടുന്നതാണ്. ഇവിടുത്തെ ഓരോ മിഷണറി വൈദികരും അവരുടേതായ കർമ്മമണ്ഡലത്തോടുള്ള സമീപനം കണ്ടാൽ നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും. അത്രമേൽ അധ്വാനമാണ് സുവിശേഷത്തിനു വേണ്ടി മിഷണറിമാർ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒറ്റപ്പെട്ട ഗ്രാമത്തിലെ പാവപ്പെട്ടവർക്കിടയിലേക്ക് അങ്ങനെ എത്തിച്ചേർന്ന ഒരു പുരോഹിതനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫ്രാൻസിസ് സെബാസ്റ്റ്യൻ കിഴക്കയിൽ. ഞാൻ ഹോളി ക്രോസ് സഭ അംഗമാണ്. ഞാൻ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ വലിയരീക്കമല എന്ന ഗ്രാമത്തിൽ നിന്നുള്ള അച്ഛനാണ്. ഞാൻ 15 വർഷം മേഘാലയത്തിൽ 3 ഇടവകളിലായിട്ട് ജോലി ചെയ്തു. അതിനുശേഷം ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. ആ ബ്രേക്കിന് ശേഷം ഞാനിവിടെ അരുണാചൽ ഈ ന്യോപ്പിൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. സെൻറ്റ് ആൻഡ്രേ പാരിഷ് ന്യോപ്പിൻ. ഈ അരുണാചലിന് വരാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ഞാൻ മേഘാലയത്തിലായിരുന്നപ്പോൾ 3 പ്രാവശ്യം അവധിക്ക് പോയപ്പോൾ പ്രേംഭായി കൂട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്ന ചെറുപ്പക്കാരെയും ട്രെയിനിൽ വെച്ച് കണ്ടു. ആ സമയത്ത് പ്രേംഭായി എന്നോട് പറഞ്ഞു, അരുണാചലിൽ ഒരുപാട് അച്ഛന്മാരുടെ ആവശ്യമുണ്ട്, അച്ഛനും കൂടെ അരുണാചൽ. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ വരാൻ പറ്റിയാൽ എൻ്റെ പ്രൊവിൻഷ്യലിനോട് പറഞ്ഞെങ്കിൽ മാത്രമേ വരാൻ പറ്റുള്ളൂ. 2ാമത്തെ ടൈം ഞാൻ പ്രേംഭായിയെ കണ്ടു കഴിഞ്ഞപ്പോൾ പ്രേംഭായി എൻ്റെ പ്രൊവിൻഷ്യലിന് എഴുതി, അച്ഛനെ ഒന്ന് അരുണാചലിൽ പറഞ്ഞു വിടണം. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും മേഘാലയത്തിൽ നിന്ന് വേറൊരു ഇടവകയിലേക്ക് എനിക്ക് സ്ഥലമാറ്റം കിട്ടിയ ഒരു പുതിയ ഇടവക തുടങ്ങാൻ വേണ്ടിയിട്ട് ആ ഇടവകയിൽ 8 വർഷം ജോലി ചെയ്തതിന് ശേഷം എനിക്ക് കിട്ടിയ അവസരത്തിൽ പഠിക്കാൻ പോയി. പഠിത്തവും കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയ അരുണാചൽ വരാൻ. പിന്നെ വേറൊരു ഒരു ഇൻസ്പിറേഷൻ എന്നാന്ന് ചോദിച്ചാൽ പോപ്പ് ജോൺ ദ 23rd, സെയിൻറ്റ് പോപ്പ് ജോൺ ദ 23rd. ആ വിശുദ്ധൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്കൊരു ഗ്രാമത്തിലെ വൈദികനായിരിക്കണം. ആ ഒരു ഇൻസ്പിറേഷനാണ് എന്നെ ഗ്രാമത്തിൽ കൂടെ വരാൻ വേണ്ടിയിട്ട് അനുവദിച്ചിരിക്കുന്നത്. അപ്പം എൻ്റെ ജീവിതത്തിൽ ഗ്രാമത്തിൽ ജീവിക്കുമ്പോൾ അതിനുള്ള ആ സന്തോഷം മറ്റുള്ള സ്ഥലങ്ങളിലേക്കാളും കൂടുതലായിട്ട് എനിക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ജീവിതമാണ് ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. ഈ പാരിഷ് 2015 ഒക്ടോബർ 18-ാം തീയതി തുറന്നു. പാരിഷായിട്ട് ഉയർത്തിയത് 2015 നവംബർ 30-ാം തീയതിയാണ്. അഭിനന്ദ പിതാവ് ഇവിടെ വന്ന സമയത്താണ് ഈ പാരിഷ് തുടങ്ങുന്നത്. ഇവിടെ ജനങ്ങൾ 33 വർഷമായിട്ട് കത്തോലിക്ക സഭ ഇവിടെ ഉണ്ടായിരുന്നു. 1985-ലാണ് ആദ്യത്തെ കത്തോലിക്ക സമൂഹം ഇവിടെ വരുന്നത്. അതിനുശേഷം എല്ലാവരും ആത്മായരായ ആൾക്കാരുടെ പ്രവർത്തനം കൊണ്ടാണ് ഇവിടുത്തെ കത്തോലിക്ക വിശ്വാസം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അച്ഛന്മാരും കന്യാസ്ത്രീകളും ദൂരങ്ങളിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ വിദ്യാഭ്യാസപരമായിട്ടും വിശ്വാസപരമായിട്ടും ഉയർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ 2 അച്ഛന്മാരുണ്ട്. ഇത് ഫാദർ സ്റ്റീഫൻ ലോറി. I am Father Stephen. I am from Manipur. I was ordained in December 2016 and my first appointment was in Mizoram. After that, I am transferred to this place, to this mission in January. Thank you. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 2 പേരും കൂടി ഈ ഇടവകയുടെ കാര്യങ്ങളിലും അധ്യാപനത്തിൻ്റെ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനാണ് കൂടുതലും സ്കൂളിൻ്റെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇടവകയുടെ കാര്യങ്ങളെക്കുറിച്ച് നോക്കുക, ഇടവിൽ വിശ്വാസങ്ങൾ പുരോഗതി ഉണ്ടാകുക. ഞങ്ങൾ വിശ്വാസം ഒരു ഉറച്ച വിശ്വാസമാകുന്നതിന് വേണ്ടി പല പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. ഓരോ മാസത്തിലും പിള്ളേർക്ക് വേണ്ടിയുള്ള റിട്രീറ്റുകൾ, യുവജനങ്ങൾക്കുള്ള റിട്രീറ്റുകൾ. ഞങ്ങൾക്ക് 14 ഗ്രാമങ്ങളുണ്ട്. 14 ഗ്രാമങ്ങളിൽ ആയിട്ട് 147 കുടുംബങ്ങളുണ്ട്, കത്തോലിക്ക കുടുംബങ്ങളുണ്ട്. അതിലേറ്റവും വലിയ ഒരു കമ്മ്യൂണിറ്റി ഉള്ളത് ന്യോപ്പിൻ സെൻട്രലാണ്. ഇവിടെ 70 വീട്ടുകാരുണ്ട്. ബാക്കിയുള്ളവരെല്ലാം
ഈ 14 ഗ്രാമങ്ങളിലായിട്ട് പോകുന്നു. ഇവർക്ക് ഒരു മാസത്തിലൊന്ന് കുർബാന കൊടുക്കുക, അവരുടെ സാക്രമെൻ്റൽ ജീവിതത്തിന് സഹായം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മിഷൻ. സന്ധ്യാസമയം ഏതാണ്ട് 4:30 മണിയായി കാണും. ന്യോപ്പിനിലെ തെരുവിലൂടെ ഒരു യാത്ര. ഒരു കുടുംബ കൂട്ടായ്മയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് വേണ്ടിയാണ് ഈ യാത്ര. ഭവനത്തിലേക്ക് എത്തിച്ചേർന്നതും അവിടുത്തെ കുടുംബനാഥ ഈശോയുടെ നാമത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് ഞങ്ങളെ വരവേറ്റു. കൂട്ടത്തിൽ അവിടെയുണ്ടായിരുന്ന മറ്റു കുടുംബാംഗങ്ങളും. ജയ് ജിസു അമ്മച്ചി. ഇവരെ കുറച്ചുകൂടെ അടുപ്പിച്ചിരുത്തട്ടെ, അടുപ്പിനുണ്ട്. സോ മെനകെ സോ sobeat menenge sare noke mato no so anie ketle ke tapeto ish koi bulo ke tap no so eme gana kam ka itu bibenge पूजा करेगा पाप नहीं मिटेगा पूजा करेगा पाप नहीं मिटेगा अल्लाह अल्लाह गला से स्नान मेरा लिए ओ मेरे माला पशबिंग या बिंग पूजा करेगा पाप नहीं मिटेगा गला से स्नान मेरा लिए ओ मेरे माला अल्लाह अल्लाह इस एरिया पूजा करेगा पाप नहीं मिटेगा मेरा लिए ओ मेरे माला अल्लाह अल्लाह इसे पूजा करेगा पाप नहीं मिटेगा मेरा लिए ओ मेरे माला अल्लाह अल्लाह गला से स्नान मेरा लिए ओ मेरे माला अल्लाह ngak pirim bai ga na la ai pirim bai ga so tapi ka su be tak angker lak flana ai ngak nam li pa ai ngak abu pi ai sa pa na ai oke ho tolo jayang tha su angker la tapi ka su be na ai kg be ang ring su pam di kala so bing tam lak fla ho gan bing spa bing gari do ma pa ka tu gari ang do pula ka bu ka do la pa angker pala ka do pirim bai ga stage number പതിനഞ്ചോ apa daw ta balay mo ka join ma ach anyo lo ka ach bekana. ഇപ്പം നമ്മുടെ അമ്മച്ചി പാടിയ പാട്ട് നിങ്ങളെല്ലാം കേട്ട് കാണുമല്ലോ. ഈ പാട്ടിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് പഠിപ്പിച്ചത് പ്രേംഭായിയാണ്. അമ്മച്ചി പറഞ്ഞ കഥ ഇങ്ങനെയാണ്. പ്രേംഭായി ഒത്തിരി ദൂരം നടന്ന് കഷ്ടപ്പെട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അമ്മച്ചിയുടെ കാലിനെല്ലാം ഈ തോട്ടപ്പുഴ കടിച്ചിട്ട് കാലിന് ഭയങ്കര നീരായി. കിലോ കണക്കിന് വെയിറ്റ് ഉണ്ടായിരുന്നു അമ്മച്ചി പറഞ്ഞ കാലിന്. അപ്പോൾ ആ നീരും വെച്ചുകൊണ്ട് പ്രേംഭായി നടന്ന് അമ്മച്ചിയുടെ വീട്ടിൽ വന്ന് അവിടെ താമസിച്ച് ഭക്ഷണം കഴിച്ച് അവിടെ കിടന്നു. അങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് അമ്മച്ചിയെ പഠിപ്പിച്ച പാട്ടാണെന്നും പറഞ്ഞാണ് അമ്മച്ചി ഇപ്പോൾ പാട്ട് പാടിയത്. ഇപ്പം നമ്മൾ ഉള്ളത് ഫ്രാൻസിസ് അച്ഛൻ്റെ ഇടവകയിലെ ന്യൂപ്പിൻ ഇടവകയിലെ ഒരു കുടുംബത്തിലാണ്, ഒരു വീട്ടിലാണുള്ളത്. ഈ വീടിൻ്റെ കുടുംബനാഥൻ എന്ന് പറയുന്നത് അച്ഛൻ്റെ കാറ്റഗിസ്റ്റാണ്. ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. അജി സമയാത്തോ ഇത് താതർ ഡിപ്പു, അദ്ദേഹം ഇവിടുത്തെ കാറ്റഗിസ്റ്റാണ്. നമ്മൾ കാറ്റഗിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞു. അദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകനും കൂടിയാണ്. ഒപ്പം തന്നെ ഇവരുടെ സ്കൂളിനോട് ചേർന്ന് ഒരു പ്രൈവറ്റ് ഹോസ്റ്റൽ നടത്തുന്നതും ഇദ്ദേഹമാണ്. ഇത് ഇദ്ദേഹത്തിൻ്റെ വീടാണ്. ഈ വീടിൻ്റെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ വീടിനൊരു ഈ അടുപ്പിനൊരു പ്രത്യേകതയുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ തണുപ്പുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ രാത്രികാലങ്ങളിൽ ഇവിടെ ഒന്നിച്ച് ഇരിക്കുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ഭക്ഷിക്കാനുള്ളതൊക്കെ ഇതേ അടുപ്പിൽ തന്നെ ഒരൊറ്റ അടുപ്പിലാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഒരു 10 വർഷം മുമ്പ് വരെ ഇവരുടെ വില്ലേജുകളിലൊന്നും വെളിച്ചം ഉണ്ടായിരുന്നില്ല, മെഴുതിരി ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേക്ക് അവർ അത്താഴം കഴിച്ച് കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ
ആ സമയം വരെ ഈ വെളിച്ചത്തിലാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. ഇതിനകത്തെ വെളിച്ചം കെടുന്നു, അതോടുകൂടി അവർ ഉറങ്ങുന്നു. അങ്ങനെയായിരുന്നു ഇവിടുത്തെ പണ്ടത്തെ സിസ്റ്റം. അത് ഇതുപോലെ ഇവർക്ക് ഒത്തിരി വിറക് കാടുള്ളതുകൊണ്ട് ഒത്തിരി വിറകുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഇതുപോലെ വലിപ്പത്തിൽ അവർ അടുപ്പുണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പം ഒന്നിൽ കൂടുതൽ കുടുംബങ്ങൾ ഒരു വീട്ടിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാവുന്ന എത്ര അടുപ്പുണ്ടെന്ന് നോക്കിയിട്ടാണ്. എത്ര ഒരുപക്ഷെ കുറേ സഹോദരന്മാരുടെ വീടുകളായിരിക്കാം, അതല്ലെങ്കിൽ ഒരാൾക്ക് തന്നെ ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടെങ്കിൽ ഇതുപോലെ ഓരോ അടുപ്പുകളുണ്ടായിരിക്കാം. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. നമ്മൾ മെച്ചിക്കയിൽ പോയപ്പം മെച്ചിക്കയിൽ വെച്ച് നമ്മൾ കണ്ടു അടുപ്പ് വേറൊരു രീതിയിലായിരുന്നു. അവർ ടിന്ന് കൊണ്ടുണ്ടാക്കിയിട്ട് കുറച്ച് വിറക് വെക്കുന്നു. ആ ടിന്ന് ചൂടാവുന്നതോടുകൂടി ചുറ്റുവട്ടം ചൂടാവുന്നു. അവിടെ വിറകൊക്കെ കുറവായതുകൊണ്ട് അവരങ്ങനെ ഒരു സിസ്റ്റം സ്വീകരിച്ചതായിരിക്കാം. ഏതായാലും ഇത് ഈ പ്രദേശത്തെ നിഷി ട്രൈബിൻ്റെ ഇടയിലുള്ള മിക്കവാറും എല്ലാ ഇടങ്ങളിലും ഇങ്ങനെയുള്ള വീടുകളാണുള്ളത്. ഇപ്പോൾ വീടുകളുടെ സിസ്റ്റം മാറുമ്പോഴും അവരിങ്ങനെ ഒരു അടുപ്പ് സൂക്ഷിക്കാറുണ്ട്. മറ്റ് വലിയ വീടുകൾ പണിയാണെങ്കിൽ ഇങ്ങനെ ഒരു അടുപ്പും കാര്യങ്ങളുമൊക്കെ അവർ സൂക്ഷിക്കാറുണ്ട്. ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് കാറ്റക്കിസ്റ്റിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അച്ചി നോ സിജെ ഏത് സാൽ പക്കോ നോ കാറ്റക്കിസ്റ്റ് അങ്ങനെ മേ 5 साल pako. 5 साल pako. Oh. So no category sangmada be edugo imig dopa category imig. Ketekes sangmade do ho 45 ko dopa. 45 family. Oge cho ho kam odi agjapa. O 200 lebe dopa. Oge father bol hari kuni agpako. Father hari sije edugo dopa. 70 lepak. അതെ. ഇദ്ദേഹം പറയായിരുന്നു, ഇദ്ദേഹം 5 വർഷമായി കാറ്റഗിസ്റ്റ് ആയിട്ട്. ഇദ്ദേഹം കാറ്റഗിസ്റ്റ് ആകുമ്പോൾ ഇവിടെ 45 കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്, കത്തോലിക്ക കുടുംബങ്ങൾ. അതിനു മുമ്പ് ഏതാണ്ട് 200 കുടുംബങ്ങൾ കത്തോലിക്ക കുടുംബങ്ങൾ ഉണ്ടായിരുന്നൊരു വില്ലേജായിരുന്നു ഇത്. അതിനുശേഷം ബാപ്റ്റിസ്റ്റ് റിവൈവൽ ആൾക്കാർ വന്ന് ഇവിടെ എല്ലാവരെയും അവരുടെ കൂട്ടത്തിൽ കൂട്ടി. കാരണം അച്ഛന്മാർ വർഷത്തിൽ 1-2 പ്രാവശ്യം ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും അവർ പെട്ടെന്ന് അവർക്കൊരു പ്രാർത്ഥന ആവശ്യം വരുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ വരുമ്പോഴത്തേക്കും അവർ ഓടിച്ചെല്ലും. അവർ ഓടിച്ചെന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ അവരുടെ കൂടെ കൂടി. അങ്ങനെ ഇദ്ദേഹം കാറ്റഗിസ്റ്റ് ആയതിനു ശേഷം ഇത് ഒരു 52 കുടുംബങ്ങളായിട്ട് മാറി. പിന്നീട് അച്ഛന്മാർ വന്നു കഴിഞ്ഞ് ഇപ്പോൾ അച്ഛന്മാർ വന്നിട്ട് 3 വർഷമായി. അതിനിടയ്ക്ക് ഈ നമ്പർ 74 കുടുംബങ്ങളുടെ എണ്ണം 74 കൂടി. ഈ ഒരു വില്ലേജിലെ കാര്യമാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫാദർ ഹാനമേ അലയപ്പക്കുക അലയായി നീ മെലങ്ങാബെ ഊയമ്രിപ്പ ഫാദർ ഹാനം ഗാബ ഉഗു blessing paipa Ni malang go be ale name ol common ni go be gerja ma go be kam school am rige name malang go be ale pa oge ol ge gerja go be father hala ila rige name ol ale jari do be mi go mang do have je kam ale jari nyuma do ഇവർ അച്ഛന്മാർ വന്നതിന് ശേഷം എന്താണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഗുണമുണ്ടായെന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു. അവർ പറഞ്ഞത് അച്ഛന്മാർ വന്നതിന് ശേഷം ഞങ്ങൾക്ക് കൂടുതൽ പ്രാർത്ഥിക്കൊക്കെ സഹായമായി. അതുപോലെ പള്ളിയിൽ കൂടുതൽ പോകാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യം കൂടി. ഇനി പള്ളിയിൽ പോകാത്തവർക്ക് പോലും ഈ സ്കൂളൊക്കെ തുടങ്ങിയതുകൊണ്ട് കുറേ പേർക്ക് വിദ്യാഭ്യാസം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് എല്ലാത്തരം ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. So, oga nule प्रार्थना मधुन अन्याजा प्रार्थना modo modu ai se sije father hapaku ai mule number melange himbu paku ai hung tonge hapaku ai em hapaku ai ka oga so hung to painangaba jinangaba mule jisuni painjo para bimiku bignatu ai melange lekki bignatu ai ogo bimi bigtarne Om, okay. Raja ulo Raja Jisu. Melenge cepiato ai. Raja Jisu hallelujah. Prabhu halo Prabhu Jisu hallelujah. Raja Jisu hallelujah. Prabhu halo Prabhu Jisu hallelujah. Atarji boji suni hallelujah. Atarji boji suni hallelujah. Atarji boji suni hallelujah. Atarji boji suni hallelujah. Raja halo Raja Jisu hallelujah. Prabhu halo Prabhu Jisu hallelujah. Raja halo Raja Jisu hallelujah. Prabhu halo Prabhu Jisu hallelujah. Himbu
Himbuji suni hallelujah. Himbuji suni hallelujah. Himbuji suni hallelujah. Himbuji suni hallelujah. Hoi Raja aulo Raja Jisu hallelujah. Prabhu aulo Prabhu Jisu hallelujah. Mukpuji suni hallelujah. Hoi Mukpuji suni hallelujah. Mukpuji suni hallelujah. Mukpuji suni hallelujah. Raja aulo Raja Jisu hallelujah. Prabhu aulo Prabhu Jisu hallelujah. Raja aulo Raja Jisu hallelujah. Prabhu aulo Prabhu Jisu hallelujah. രാജാക്കന്മാരുടെ രാജാവിന് സ്തുതി, ശക്തി തരുന്ന ഈശോയ്ക്ക് സ്തുതി, ഹല്ലേലൂയ. സന്തോഷം തരുന്ന ഈശോയ്ക്ക് സ്തുതി, ജീവൻ നൽകുന്ന ഈശോയ്ക്ക് സ്തുതി, സൗഖ്യം നൽകുന്ന ഈശോയ്ക്ക് സ്തുതി എന്നാണ് അവർ കൈകൊട്ടി പാടിയത്. നമുക്കും അവരുടെ ആനന്ദമാണ് അവർ പാടിക്കൊണ്ട് പ്രകടമാക്കിയത്. അവർക്കൊരു 3 വർഷമായിട്ട് അവർക്കൊരു വൈദികനെ കിട്ടി, ഒരു ഇടവ വികാരിയെ കിട്ടി, ഒരു ഇടവക കിട്ടി, അവർക്കൊരു സ്കൂൾ കിട്ടി. എല്ലാം അവർ കാത്തിരുന്ന് കഴിഞ്ഞ 33 വർഷമായിട്ട് 30 വർഷമായിട്ട് കാത്തു നിൽക്കുന്ന അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ച ദൈവത്തിന് അവർ സ്തുതിച്ച് പാടി. ഇനിയും കൂടുതൽ പേര് നമ്മുടെ ഇടയിൽ നിന്ന് കൊഴിഞ്ഞു പോയവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മുടെ അച്ഛന്മാർക്കും ഈ കാറ്റഗിസ്റ്റിനും ഒക്കെ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇനി ഇവർ നമുക്ക് ചായ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഇനി അങ്ങ് ചായ കുടിക്കാം. ചായ ജിത്തുക്ക് ചായ ജിത്തോ അനെ ബനബേ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഈ പാട്ട് ഒന്നുകൂടെ പാടിയേക്കാം. ലോക്കത്തെ ബിങ്ക്തോ ആയേ ലോക്കത്തെ ബിങ്ക്തോ അല്ല അന്യാജ ചപ്യാദ്രിപ്പ ആയേ സോ സം Raja aulo Raja Jisu hallelujah. Prabhu aulo Prabhu Jisu hallelujah. Raja aulo Raja Jisu hallelujah. Prabhu aulo Prabhu Jisu hallelujah. Prabhu Jisu ni hallelujah. Prabhu Jisu ni hallelujah. Jimbo Jisuni hallelujah. Jimbo Jisuni hallelujah. Raja aulo Raja Jisu hallelujah. Prabhu aulo Prabhu Jisu hallelujah. Raja aulo Raja Jisu hallelujah. Prabhu aulo Prabhu Jisu hallelujah. Hallelujah. Himbuji suni hallelujah. Himbuji suni hallelujah. Himbuji suni hallelujah. Raja aulo Raja Jisu hallelujah. Prabhu aulo Prabhu Jisu hallelujah. Raja aulo Raja Jisu hallelujah. Prabhu aulo Prabhu Jisu hallelujah. Sanguji suni hallelujah. Sanguji suni hallelujah. Sanguji suni hallelujah. Sanguji suni hallelujah. Raja aulo Raja Jisu hallelujah. Prabhu aulo Prabhu Jisu hallelujah. Raja aulo Raja Jisu hallelujah. Prabhu aulo Prabhu Jisu hallelujah. Raja aulo Raja Jisu hallelujah. Prabhu aulo Prabhu Jisu hallelujah. Hallelujah. ആക്ച്വലി പള്ളിമുറി അച്ഛൻ ഇവിടെ വന്നതിന് ശേഷം നിങ്ങളിവിടെ വന്നതിന് ശേഷം ഇവിടെ ഞാൻ വരുന്നതിന് മുമ്പ് ഒരു ചെറിയ മുള കൊണ്ടുണ്ടാക്കിയ ഒരു ഷെഡ് ഉണ്ടായിരുന്നു. ആ ഷെഡിന് ടിന്നിട്ടിരിക്കുന്ന ഒരു ഷെഡായിരുന്നു. അപ്പോൾ അത് കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത്
ഒരു ആസാം ടൈപ്പ് പള്ളിമുറിയാക്കി മാറ്റുകയും ചെയ്തത്. അത് അത്യാവശ്യം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയെല്ലാം അച്ഛൻ ശ്രദ്ധിക്കണേ. ഈ അച്ഛൻ ഹോളി ക്രോസ് കമ്മ്യൂണിറ്റി അച്ഛൻ നോർത്ത് ഈസ്റ്റ് പ്രൊവിൻസിൻ്റെ ഭാഗമാണല്ലോ. അതെ. ആദ്യമായിട്ട് ഇത് ഇന്ത്യയിൽ വന്നത് ഏത് വർഷമാണ്? ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യത്തിന് മുമ്പാണ്. 1854 ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന ഒരു നമ്മുടെ ഇപ്പോഴത്തെ ബംഗ്ലാദേശ്, അവിടെയാണ് ഞങ്ങളുടെ ആദ്യത്തെ ബാച്ച് വന്നത്. ആദ്യത്തെ ബാച്ച് വന്ന് അതിൽ 3 അച്ഛന്മാരും 3 ബ്രദർമാരുമാണ് പറഞ്ഞു വിട്ടിരുന്നത്. അവരാരും ഫ്രാൻസിൽ ലെമായിന്ന് അവരെ പറഞ്ഞു വിട്ടു. പക്ഷേ അവരാരും എത്തിയില്ല. കാരണം കപ്പലിലുള്ള ദീർഘമായ യാത്രയിൽ അവർക്ക് അസുഖം പിടിച്ചു. അവർ കപ്പലിൽ വെച്ച് മരിച്ചു പോവുകയാണ്. ആരും ഇന്ത്യയിലെത്തില്ല, ആരും തീരം കണ്ടിട്ടില്ല. ഓക്കെ. അതിനുശേഷം രണ്ടാമതൊരു ബാച്ചിനെയും കൂടെ പറഞ്ഞു വിട്ടു. വീണ്ടും 3 അച്ഛന്മാരും 3 ബ്രദർമാരും, അതിലൊരു അച്ഛൻ ഈസ്റ്റ് ബംഗാളിലെത്തി. ഇന്നത്തെ ബംഗ്ലാദേശ് അവിടെ എത്തി. അവിടെ നിന്നാണ് പിന്നെ ഹോളി ക്രോസിന്റെ ഒറ്റ അച്ഛനിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിനുശേഷം പിന്നെ അച്ഛനെ സപ്പോർട്ട് വേറെ അച്ഛന്മാർ വേറൊരു ബാച്ചിനെ പറഞ്ഞു വിട്ടു. അവരും ബംഗ്ലാദേശിൽ എത്താൻ സാധിച്ചില്ല. അവരും ഇങ്ങനെ അസുഖം പിടിച്ച് മരിച്ചു പോവുകയാണ് ചെയ്തത്. അതിനുശേഷം വീണ്ടും അച്ഛന്മാരെയും ബ്രദർമാരെയും സിസ്റ്റേഴ്സിനെയും പറഞ്ഞു വിട്ടു. ഹോളി ക്രോസ് 3 ബ്രാഞ്ചുകളുണ്ട്, ഫാദേഴ്സ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അപ്പോൾ അവർ 3 ഗ്രൂപ്പും 3 കൂട്ടരെയും കൂടെ പറഞ്ഞു വിട്ട് അവിടെ നിന്നാണ് പിന്നെ ഞങ്ങളുടെ തുടക്കം. ബംഗ്ലാദേശിൽ നിന്ന് അവർ ത്രിപുരയിൽ എത്തി. സ്വാതന്ത്ര്യത്തിന് ശേഷം അതിനു മുമ്പ് എല്ലാം ബംഗ്ലാദേശ് കോൺസെൻട്രേറ്റഡ് ആയിരുന്നു. പക്ഷേ ഇടയ്ക്ക് ബറാക്ക് വാലി എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ സിൽച്ചാർ ഏരിയയിൽ അവർ ബോട്ട് മുഖാന്തരം വരുമായിരുന്നു, വന്നു പോവുമായിരുന്നു. അതിനുശേഷം ഇന്ത്യയിൽ അന്നേരം ഏത് വർഷമായിരിക്കും? ഇന്ത്യയിൽ 1953 ആ കാലഘട്ടങ്ങളിലാണ് ഇന്ത്യയിൽ സ്ഥിരമായിട്ട് നമ്മളൊരു പാരിഷ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും പിന്നെ അങ്ങനെ തുടർച്ചയായിട്ട് മിനിസ്റ്റർ ചെയ്യാൻ തുടങ്ങിയത്. ഏത് സംസ്ഥാനങ്ങളിലാണ് ആദ്യമായിട്ട് നമ്മൾ തുടങ്ങിയത്? ത്രിപുരയിൽ മറിയം നഗർ എന്ന് പറയുന്ന ഒരു പാരിഷാണ് നമ്മൾ തുടങ്ങിയത്. അവിടുന്ന് പിന്നെ നമ്മുടെ അച്ഛന്മാർ മിസോറാമിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അവർ മിസോറാമിൽ പോയി ആദ്യമായിട്ട് കത്തോലിക്ക വിശ്വാസം മിസോറാമിൽ കൊണ്ടുവരുന്നത് ഹോളി ക്രോസ് അച്ഛന്മാരാണ്. ഒരുപക്ഷെ അതിന് മുമ്പ് തന്നെ അവിടെ ബാപ്റ്റിസ്റ്റ് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്നു. കാരണം ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സമയത്ത് ബാപ്റ്റിസ്റ്റിന് അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് മിസോറാമിൽ ബാപ്റ്റിസ്റ്റ് കൂടുതൽ. അവർ ഏതാണ്ട് 50 വർഷം ജോലി ചെയ്തതിന് ശേഷമാണ് നമ്മൾ അവിടെ എത്തുന്നത്. അപ്പോൾ നമ്മുടെ സ്കോപ്പ് വളരെ ചുരുക്കമായിരുന്നു. ഏതാണ്ട് അന്നേരത്തേക്ക് അവർ സ്പ്രെഡ് ആയിരുന്നു. എൻ്റെ മിസോറാം എന്ന് പറഞ്ഞാൽ മുഴുവൻ മിസോറാം കത്തോലിക്കർ ഒരു 2-3% 5,000-8,000 പേരൊക്കെ 8,000 ഒരു 10-11 അത്രയും ആൾക്കാരെ കാണുള്ളൂ കത്തോലിക്കരായിട്ട് ആ ഒരു രൂപത്തിൽ. അത്രേ ഉള്ളൂ. ത്രിപുരയിൽ ഒരു 19-20,000 കത്തോലിക്കർ. നിങ്ങൾക്ക് നോർത്ത് ഈസ്റ്റിൽ ഇപ്പോൾ മറ്റു സ്ഥലങ്ങളിലും നിങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു? നോർത്ത് ഈസ്റ്റിൽ മറ്റു സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇപ്പം മേഘാലയത്തിലുണ്ട്, പിന്നെ അരുണാചൽ പ്രദേശിലുണ്ട്. അരുണാചൽ പ്രദേശിൽ ഇപ്പം ഞങ്ങൾ 2 സ്ഥലത്തുണ്ട്. ഞങ്ങൾ 2006 ക്ലോറിയാങ്ങിൽ തുടങ്ങി. ക്ലോറിയാങ്ങിൽ നിന്നാണ് ഈ നിയോപ്പിനും ക്ലോറിയാങ്ങിൻ്റെ ഭാഗമായിരുന്നു. അതിൽ നിന്നാണ് 2015 ഇതിപ്പം നിയോപ്പിൻ പാരിഷായിട്ട് മാറിയത്. ഞങ്ങൾ ഇപ്പം നമ്മളിവിടെയാണ് ബംഗ്ലാദേശിൽ ഇപ്പോഴും വളരെ തീക്ഷ്ണമായിട്ട് ഈ ഒരു പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഉണ്ട്. ഞങ്ങളുടെ അച്ഛന്മാർ ഇപ്പം ഒരു പ്രോവിൻസ് അച്ഛന്മാരുടെ പ്രോവിൻസ് ഉണ്ട്, ഒരു പ്രോവിൻസ് ബ്രദർമാരുടെ ഉണ്ട് ബംഗ്ലാദേശിൽ. അവർ പിന്നെ സിസ്റ്റേഴ്സിൻ്റെ ഒരു പ്രോവിൻസ് ഉണ്ട്. അവർ 5-6 രൂപതകളുടെ പിതാക്കന്മാർ ഹോളി ക്രോസിലെ ബംഗ്ലാദേശിൽ. അപ്പോൾ അവിടെ നമുക്ക് ഒരു മതസ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് കത്തോലിക്ക? തീർച്ചയായിട്ടും കത്തോലിക്കർക്ക് ബംഗ്ലാദേശിൽ മതസ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മുടെ വിശ്വാസത്തെ കെട്ടുറപ്പിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഏരിയയിലേക്ക് ഓൾസോ കടന്നു പോകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഇതുള്ളത് കൊണ്ടാണ് നമുക്കവിടെ നിന്ന് പിടിക്കാൻ സാധിക്കും. എനിക്കൊന്ന് ഒരുപക്ഷെ ത്രിപുരയിലും അതുകൊണ്ടായിരിക്കുകയല്ലേ നമുക്കും ഒരു തീർച്ചയായിട്ടും എല്ലാ സ്ഥലത്തും വിദ്യാഭ്യാസം ഒരു മെയിൻ ഒരു കാരണമാണ്.
ആൾക്കാർ നമ്മളോട് അച്ഛന്മാരോട് അടുത്ത് വരുന്നതിനും അച്ഛന്മാർക്ക് ആൾക്കാരിലേക്ക് കടന്നു വരുന്നതിലും വിദ്യാഭ്യാസം ഒരു കണ്ണിയാണ്. നോർത്ത് ഈസ്റ്റിൽ അങ്ങനെ പറയുമ്പോൾ നോർത്ത് ഈസ്റ്റിലേക്ക് വന്ന ആദ്യത്തെ മിഷന്മാരിൽ ഒരു ഗ്രൂപ്പ് ഹോളി ക്രോസ് അച്ഛന്മാരാണ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ആശംസ കൂടുതൽ ഒക്കേഷൻസ് ഉണ്ടാകട്ടെ. നോർത്ത് ഈസ്റ്റിലേക്ക് ഇനിയും ഒത്തിരി സ്ഥലങ്ങൾ എത്തിപ്പെടാനുണ്ടല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ആശംസകളും ദൈവം അനുഗ്രഹിക്കട്ടെ. ജയ് ജീശു. താങ്ക് യു.